ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതൊരു പഞ്ചാബാണ് ഗൈസ്. ഇവിടെ ഈ 2 ബോക്സ് നമുക്ക് നമ്മുടെ ഷജീർ ഡോക്ടർ തന്നെയാണ് കേട്ടോ ഗൈസ്. കണ്ട, ഇത് മൊത്തവും ഡ്രൈ ഫ്രൂട്ട്സും ഇതിൻ്റെ അകത്ത് മൊത്തം മുന്തിരി മുട്ടായി. വെൽക്കം ടു എ പുതിയ വ്ളോഗ് ഗൈസ്. അങ്ങനെ നമ്മളൊരു നീണ്ട യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തി നമ്മൾ എന്താ ചെയ്യുന്നത്? അമ്മ ഫുഡ്. അതാണ് ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയ നമ്മുടെ ആദ്യത്തെ പരിപാടി. ലെറ്റ്സ് ഈറ്റ് സം ഹോംലി ഫുഡ്. അമ്മ ഫുഡായാ? എന്തുകൊണ്ട് വിശേഷം ഇവിടെ? ഉറക്കം എഴുന്നേറ്റപ്പോഴത്തേക്കും താമസിച്ചു അമ്മ. ഇതാരാ ഇത്? ഹലോ ഗോസ്റ്റാപ്പി, സുഖമാണോ നിനക്ക്? സുഖമാണോ അമ്മാവക്ക്? മുടിയൊക്കെ വന്നു തുടങ്ങി കേട്ടാ, മുടിയൊക്കെ വന്നു തുടങ്ങി. അതാരാ അവിടെ ഒരു കുഞ്ഞു തല? ലെഡി ലെഡു, എന്തെങ്കിലും പോയി കഴിക്കട്ടെ. എത്ര നാളായി വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട്. ഞാൻ വരാവേ, കഴിച്ചിട്ട് വരാവേ. സുങ്കുടി പൂപ്പീസ്. നോക്കൂ സുഹൃത്തുക്കളെ, എന്റെ അച്ഛനും എത്തിയിരിക്കുകയാണ്. രംഗപ്രവേശം ചെയ്തിരിക്കുന്ന എന്റെ അച്ഛൻ. ഇല്ല സാർ, വന്നിരുന്നേ ഉള്ളു. അച്ഛൻ കഴിച്ചോ? ഓക്കെ ഓക്കെ. അച്ഛനും കഴിച്ചില്ലേ? അപ്പൊ ഇവിടെ എന്തുണ്ടാ വിശേഷം? ഓട്ടിടാനൊക്കെ പോയാ? ഓട്ടിടാൻ പോയി, നിന്നെ എല്ലാവരും അന്വേഷിച്ചു. ഞാൻ ജസ്റ്റ് മിസ് അച്ഛാ, ഷൂട്ടായി പോയി. ബാക്കി എല്ലാവരും ഒന്ന് ഓട്ടിട്ടു. എന്നാലും വോട്ടിംഗ് ശതമാനമൊക്കെ വളരെ കുറവായിരുന്നു. കുറവാണോ? ആൾക്കാർ നാട്ടിലില്ലെന്ന് തോന്നണല്ലേ? ഇല്ലാത്തില്ല, ആൾക്കാർക്ക് മടുത്തു. ആണോ? ആർക്കും വയ്യല്ലേ വോട്ടിടാൻ? താല്പര്യമില്ല. ആർക്കിട്ട് ജയിപ്പിച്ചാലും കണക്ക് തന്നെയാണ്. എല്ലാവരും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി കാംക്ഷിക്കുന്ന ആൾക്കാരല്ലേ. അതെ. അപ്പൊ ആരെയും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ കൊള്ള അടിക്കാത്ത ആളാണ് നോക്കിയിട്ട് അവർക്ക് വോട്ട് കൊടുക്കണോ? നല്ല ഐശ്വര്യത്തിന്റെ നിറകുടമായ പ്ലേറ്റ് സുഹൃത്തുക്കൾ. അഗസ്തിപ്പൂ തോരമുണ്ട്, മീൻകറി ഉണ്ട്. നല്ല മീൻകറി കേട്ടോ. മുരിങ്ങയില തോരനുണ്ട്. ഇതെന്ത് മീനമ്മ? അയല മീൻ പൊരിച്ചതുണ്ട്. അതിന്റെ കൂട്ടത്തിൽ മീനിന്റെ കൂടെ ഒരു പൊടി, പരിപ്പ്, ചോറ്, പപ്പടം എടുത്തിട്ട്. അതെ, സവാള ഓൺ ദി വേ ആണ് സുഹൃത്തുക്കൾ. കുറച്ച് അഗസ്തിപ്പൂ തോരനോട് വെക്കുക, അതാണ് അതിൻ്റെ ഒരു കോംബോ. എന്നിട്ട് കുറച്ച് പൊരിച്ച മീനൂടെ വയ്ക്കുമ്പം നമുക്കൊരു ഉരുള കിട്ടും. ദ ബ്യൂട്ടി ഓഫ് ഹോം. കഴിച്ചിട്ട് വരട്ടെ. കണ്ണനും ബിപിയും കൂടെ വർഷയ്ക്ക് ഒരു സാധനം കൊടുത്തു വിട്ട് കണ്ട. അത് കൊള്ളാം. എങ്ങനെയാണ് അത് ഗോസിന്റെ അടുത്ത് വെച്ച് ഓണാക്കട്ടെ. അപ്പൊ നടുക്ക് വെച്ചോളൂ, അപ്പൊ രണ്ടുപേരും കാണാല്ലേ. ഇല്ല, അങ്ങനെ തന്നെ തോന്നണില്ലേ? അവള് പോവേണ്. ഇതെന്ത് തേങ്ങയാണ്? ലേഡി അവിടെ ഇത് എത്തി നോക്കണം കേട്ടോ, ഇത് എന്താണെന്ന്. ഈ സാധനം നല്ല രസമുണ്ട് കേട്ടോ. ഇതിന്റെ ലിങ്ക് ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം. അവക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നട്ടാ. അമ്മയെ പിടിക്കണം കേട്ടാ. അയ്യോ, പ്രതിഷേധം കാണിച്ചതാണെന്ന് തോന്നണം. എന്താടി മരമാക്രി? ഇടി എന്തു ആടി നീ? ഒരു കളിപ്പാട്ടം കാണിച്ചപ്പോ മൂത്രം ഒഴിച്ചു വെക്കടാ. മോശം 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 മോശം. എന്തോന്ന് പെണ്ണുങ്ങളെ. അവക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞേട്ടാ. ആണോ? പുതിയ പട്ടിക്കുട്ടിയെ വാങ്ങിയില്ല മക്കളെ. അവളുടെ പട്ടിക്കുട്ടിക്ക് കളറൊന്നും അല്ലായിരുന്നു. നീ കൊണ്ട്. അയ്യോ അയ്യോ അമ്മ, അവളും മൂത്രം ഒഴിച്ചമ്മ. അയ്യോ, ഐ ആം ദ സോറി അമ്മ. കളിപ്പാട്ടം കാണിച്ചു തരാൻ വന്നതായിരുന്നു. ഒരു കളിപ്പാട്ടം കാണിക്കാൻ വന്നത് ഇത്ര വലിയ പ്രശ്നമായോ സുഹൃത്തുക്കളെ? നിങ്ങളുടെ പട്ടിക്കുട്ടിക്ക് മൂത്ര തടസ്സമുണ്ടോ? എന്നാൽ ഉപയോഗിക്കുക ഞങ്ങളുടെ ഈ ഇലക്ട്രോണിക് പട്ടിക്കുട്ടി. അത് അകത്ത് പോയിരുന്നു കുറയ്ക്കണം. എവിടെ പോയത്? അച്ഛാ, ഞങ്ങളൊരു സിനിമ കണ്ടിട്ട് വരാം. സൂട്ടോപ്പിയ എന്ന് പറഞ്ഞിട്ടൊരു അനിമേഷൻ പടം, ലുലു മോളില്. ഇതിന്റെ നന്ദുവിനെയും വിഷ്ണുവിനെയും കണ്ടിട്ട് ഗോസ്റ്റി ലേഡി മൂത്രം ഒഴിച്ചാ. അച്ഛൻ കണ്ടില്ലല്ലോ പാവ. ഇങ്ങെടുത്തോണ്ടാ വേണ്ട അച്ഛാ. എന്താടി? എന്റെ അടുത്തോട്ടാണ് പറഞ്ഞ. നമസ്കരിക്കുന്ന ശൈലി കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് കണ്ട് നമ്മുടെ ലേഡിയും ഗോസ്റ്റിയും മൂത്രം ഒഴിച്ചെന്നുള്ളതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവര് ടെറിട്ടറി മാർക്ക് ചെയ്ത്.
ആ അമ്മ മൂത്രം ഒഴിക്കാൻ മുടക്കുകയാണെങ്കിൽ ഇതിനെടുത്ത് വെച്ചു കൊടുത്താൽ മതി. ഇത് പുതിയ പട്ടി വന്നെന്നും പറഞ്ഞ ടെൻഷൻ അടിച്ച് ടെറിട്ടറി മാർക്ക് ചെയ്തതാണ്. അങ്ങോട്ട് വന്നു പോരുത്. ആ കൊള്ളാല്ലേ. 15 വർഷം അയച്ചാ ബൈക്ക് എടുത്തിട്ട്. അയ്യോ 20 എടുത്തതാണ് അല്ലേ? 10 എടുത്തതാണ്. ആ 16 വയസ്സിലാണ് ബൈക്ക് എടുത്തു തന്നത്. അച്ഛൻ എന്ത് വിശ്വാസത്തില അച്ഛൻ എനിക്കൊന്ന് ബൈക്ക് എടുത്തു തന്നത്? ആണല്ലേ. അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ +2-ലായപ്പോഴാണ് എന്റെ കയ്യിൽ ബൈക്ക് ഇടുന്നത്. നിങ്ങൾ ആലോചിക്കണം. അതൊക്കെ സമ്മതിച്ചു തന്നാലേ പറ്റുള്ളൂ അച്ഛാ. കാരണം അന്നത്തെ കാലത്ത് വേറെ ആരുടെയും ബൈക്ക് ഇല്ല സ്കൂളിൽ പഠിക്കണ. ആ ഒരു ഗ്ലാമർ, അതിലാണ് ഞാൻ പഠിച്ചത്. അത് ഫ്രഷ് ബൈക്ക് അല്ല അച്ഛാ, ഇത് പുതിയ ബൈക്ക്. അതും ചിട്ടി പിടിച്ചിട്ടാണ് എനിക്ക് ബൈക്ക് എടുത്ത് തരുന്നതെന്ന്. എഫ് സി ഇവിടെ അധികം പോപ്പുലർ പോലും ആയിട്ടില്ല, ഇറങ്ങി വരുന്ന സമയമായിട്ടുള്ളൂ. ഇഷ്ടം പോലെ ഇറങ്ങി. മാറിയിട്ടില്ല. നാളെ പോവാം, ഞാനും കൂടെ അങ്ങോട്ട് പോവാം. സിനിമ കണ്ടു കേട്ടോ. ഓക്കെ അപ്പൊ ഞങ്ങൾ സിനിമ കാണാൻ പോയിട്ട് വരാം. നമ്മൾ ആക്കുളം എത്താറായപ്പോ ട്രാഫിക്കിൽ പെട്ടുപോയി. ഡാവിഡ് ഗൈസ്, നമുക്ക് 18:40 തുടങ്ങേണ്ട പടമാണ്. 10 മിനിറ്റ് അവിടെ ആഡ് അവർ കൂട്ടിയാൽ പോലും നമ്മൾ 10 മിനിറ്റ് ലേറ്റ് ആയി. ഓക്കെ എപ്പോ എത്തുമെന്തോ ഗൈസ്. ട്രാഫിക് ചെയ്യുന്നപ്പോഴത്തേക്കും ഓട്ടോ അല്ലേ. അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ, ഞാനും ഈ അമ്മയ്ക്ക് പൊന്നുണ്ണി, എന്നും പൊന്നുണ്ണി. അമ്മ മനസ്സ് തങ്ക മനസ്സ്, മുറ്റത്തെ തുളസി പോലെ. ട്രാഫിക് കേൾക്കുമ്പോ എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് വേണ്ടേ ഗൈസ്? എത്ര നാളാ ഗൈസ് ഇവിടെ വന്നിട്ട്. ആ ശരിയാണല്ലോ ഗൈസ്, മേള് മൊത്തം ഇനി ജെല്ലി ഫിഷ് ആണല്ലോ. കുറെ നാളായിട്ട് ലുലുവിൽ വന്നിട്ട്. നമ്മളിപ്പോ ഫോറം പോയി എന്തുമാത്രം മിസ് ചെയ്ത് കേസ് നമ്മൾ നമ്മുടെ ലുലുവിനെ. ഹായ് ലുലു, വി മിസ്ഡ് യു. ബൈ ദ ബൈ ഞങ്ങൾ 15 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. 15:20 ടക്കര കയറുമ്പോൾ ലിഫ്റ്റ് കയറി മേളിലെത്തി, ലെക്സി കയറി കിടന്ന സിനിമ കാണും. കൊള്ളാവോ? എന്തൊക്കെ കൊള്ളാന്ന് പറയുന്നത്. സമയത്തോട് മല്ലടിച്ച് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ ഗൈസ് തുടങ്ങി ഞങ്ങൾ കണ്ടിട്ട് വരാവേ. ഗൈസ് പടം കഴിഞ്ഞിറങ്ങി. നല്ല പടം അല്ലേ? പക്ഷെ സൂട്ടോപ്പിയ 1 ആയിരുന്നു എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കുഴപ്പമില്ലെന്നുള്ളു ഗൈസ്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് എന്നും വിചാരിക്കും മറന്നുകൊണ്ടൊരു കാര്യമാണ് ഗൈസ്. ഞങ്ങൾ ഈ വർഷം നാട്ടിൽ കിട്ടാൻ പറഞ്ഞ എല്ലാ പ്ലം കേക്കും വാങ്ങിച്ച് തിന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 10 പ്ലം കേക്ക് റേറ്റ് ചെയ്യണം. അപ്പോൾ ഒന്നുകിൽ നിങ്ങളൊരു പ്ലം കേക്ക് മേക്കർ ആണെങ്കിൽ ഞങ്ങൾക്ക് പ്ലം കേക്ക് അയച്ചാൽ ഗൈസ്. ബെസ്റ്റ് റേറ്റ് ചെയ്യുന്ന പ്ലം കേക്കിന് ഒരു സമ്മാനമായിട്ടൊരു പ്രൈസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ട്രോഫിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ ഒരു പ്ലം കേക്ക് കഴിച്ചുള്ളൂ, അത് ഡിസ്ട്രിക്ട് 7 എന്നുള്ള പ്ലം കേക്കായിരുന്നു. ഇപ്പം നമ്മൾ വരണ വഴിക്ക് പാരഗണിയിൽ നിന്ന് അവരുടെ പ്ലം കേക്ക് കൂടെ വാങ്ങി. എൻ്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായ? എനിക്കറിയണം കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലം കേക്ക് ഏതാണെന്ന്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലം കേക്ക് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഏതെങ്കിലും പ്ലം കേക്ക് മേക്കേഴ്സോ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഷെഫോ ഏതെങ്കിലും ഞങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള അഡ്രസ്സിലോട്ട് പ്ലം കേക്ക് അയച്ചു തരികയാണെങ്കിൽ യു വുഡ് ബി ഹാപ്പി ടു ടേസ്റ്റ് ഇറ്റ്. പൊളിയായിരിക്കും ഗൈസ്. എനിക്ക് എവിടെ നിന്നൊക്കെ കിട്ടുമോ അവിടെ നിന്നൊക്കെ ഞാൻ മേടിക്കും. അപ്പോൾ ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ ഫേവറേറ്റ് മെർഡീനിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്, ഹോളിഡേ ഇന്നിൻ്റെ പ്ലം കേക്ക് വാങ്ങിക്കാറുണ്ട്, മട്ടാഞ്ചേരി സ്പൈസ് വാങ്ങിക്കാറുണ്ട്, ഷെഫ് പിള്ളയുടെ പ്ലം കേക്ക് വാങ്ങിക്കാറുണ്ട്. പിന്നെ അണ്ടർ റേറ്റഡ് ആയിട്ട് പോകുന്ന ഏതെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാൻ അതെല്ലാം അയച്ചാൽ ഗൈസ്, ഐ മീൻ പറഞ്ഞു ഗൈസ്, നമ്മളത് മേടിക്കാം. ഓക്കെ, ഇതിപ്പോൾ അയച്ചു തരുന്നവർ ഫ്രീ ആയിട്ട് അയച്ചു തരണ്ട. അയച്ചു തരുന്നിട്ട് അതിൻ്റെ അകത്ത് പാക്കറ്റിൻ്റെ അകത്ത് ഗൂഗിൾ പേയുടെ ഇത് വെച്ചിരുന്നാൽ മതി, ഞാൻ പേ ചെയ്തു തന്നുള്ളത്. ഓക്കെ, ലെറ്റ് ദ പ്ലം കേക്ക് കോമ്പറ്റീഷൻ ബിഗിൻ. അവർക്കാണ് ഏറ്റവും സന്തോഷം, കാരണം ചുമ്മാ ഇരുന്ന് പ്ലം കേക്ക് നിന്ന് രസിക്കാമല്ലോ ഒന്ന്. ഓക്കെ അപ്പം മറക്കണ്ട, മാർക്ക് ഇടുന്നുണ്ട്. അതായത് ജഡ്ജികളിൽ 1 വർഷമായിരിക്കും, 2ാമത് ജഡ്ജ് ഞാനായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഈ കിട്ടുന്നിടത്തുനിന്നൊക്കെ പ്ലം കേക്ക് വാങ്ങുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ഒരു ഗ്രാൻഡ് പ്ലം കേക്ക് റിവ്യൂ വീഡിയോ ഞാൻ ഇറക്കുന്നതായിരിക്കും. സ്കൂളിൽ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഇതുവരെ ഞാൻ തിന്നിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലം കേക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ലേമറിഡിയൻ എന്നുള്ള പ്ലം കേക്ക് ആയിരുന്നു. സെക്കൻഡ് ഏറ്റവും ഫേവറേറ്റ് ഷെഫ് പിള്ളയുടെ പ്ലം കേക്ക് ആയിരുന്നു. ഇപ്രാവശ്യം ഡിസ്ട്രിക്ട് 7 നിന്ന് തുടങ്ങിയെങ്കിൽ അത് നല്ല പ്ലം കേക്കാണ് ഗൈസ്. നമുക്ക് അത് നല്ലതല്ലായിരുന്നോ? അതെ, മാർക്ക് ലാസ്റ്റ് ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, ഞങ്ങൾ ഇനി താഴോട്ട് പോയി ഹൈപ്പർ മാർട്ടിലൂടെ ഒന്ന് കയറി അവിടെ വല്ല പ്ലം കേക്ക് കൂടെ ഉണ്ടാകും നോക്കിയിട്ട് ഇറങ്ങി. ഹൈപ്പർ മാർട്ടിനകത്ത് വന്നപ്പോൾ ഇവിടെ പ്ലം കേക്കിന്റെ ഹോൾസെയിൽ വിൽപ്പനയാണെന്ന് തോന്നുന്നു. അതിലൊരു മെറ്റൽ കേസിംഗ് ഉള്ള ഇതേത് പ്രീമിയം പ്ലം കേക്കാണ്. നമ്മള് അവിടെ നിന്ന് എടുത്തത് 999 ആയിരുന്നു. ഇത്രയായി
അയ്യോ അത് 340 ടൈമാണ്. ഞാൻ വിചാരിച്ചു 340 രൂപയാണ് കേട്ടോ. 10:52 ഉണ്ടാക്കിയതാണ്. ഓ ആയിക്കോട്ടെ. 340 രൂപയ്ക്ക് ലാഭമുണ്ടല്ലേ? നോക്കി വായിച്ചൂടെ എന്താണ് കണ്ണൂടെ നിനക്കല്ലേ 340 രൂപ കുഴപ്പമില്ലല്ലേ? അയ്യോ ഗൈസ്, നമ്മൾ പാരഗൺ എന്ന് വായിച്ചത് 999, നമ്മള് ഡിസ്ട്രിക്ട് 7 എന്ന് വായിച്ചത് 1200 രൂപ സംതിങ് ആയിരുന്നു കേട്ടോ. എടാ ഇതെന്താ പോട്ട് പ്ലം കേക്ക്? ഇത് 1200 രൂപയാണ് കേട്ടോ. നോർമൽ പ്ലം കേക്കാണ് എടുക്കാറ്. ഇത് പോട്ട് പ്ലം കേക്ക് അതെന്താണത്? ചട്ടിയിൽ വെച്ചിട്ടുണ്ടാക്കിയത്. അപ്പൊ ചട്ടിയിൽ ഒരു പ്ലം കേക്ക് കൂടെ ഇരിക്കട്ടെ. പിന്നെ പ്ലം കേക്ക്, ഇതൊക്കെ എന്ത് പ്ലം കേക്കാ ഇത്? ഹണി പ്ലം കേക്ക് അതൊന്നും വേണ്ട. ലുലു പ്രീമിയം പ്ലം കേക്ക്, ഇത് അണ്ടാവിലുണ്ട്. ഇത് അയ്യോ, ഇത് പെട്ടി മാത്രമുള്ള കേട്ടോ. ഇത്രയും കേക്ക് ചെറുതാണ്. ഇത് 449 രൂപയാണ്. ഇത് പറ്റിക്കൽ പ്ലം കേക്കാണെന്ന് ലുലുക്കാര് കേക്കണ്ട, ഞങ്ങൾ പറ്റിക്കലോ എന്നൊക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് 2 പ്ലം കേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. എലൈറ്റിന്റെ ഒരെണ്ണം കൂടെ കിട്ടി കേട്ടാ. ഇത് ഒരുപാട് കണ്ടമാനം ബ്രാൻഡുകളുണ്ട് ഗൈസ്, ഞങ്ങൾ എല്ലാം വാങ്ങിക്കണില്ല. ഇത് എലൈറ്റിന്റെ തന്നെ നമ്മൾ അവരുടെ പ്രീമിയം ആണ് എടുത്തേക്കുന്നത്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് സാധനങ്ങൾ നമുക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് എന്തായാലും സജസ്റ്റ് ചെയ്യണം, അത് നമ്മൾ വാങ്ങും. ഓക്കെ, സിനിമയും കഴിഞ്ഞ് പ്ലം കേക്ക് എല്ലാം വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ എത്തി ഗൈസ്. അങ്ങനെ നമ്മുടെ ബാക്ക് ടു ഹോം വ്ളോഗ് ഇവിടെ എൻഡ് ആവുകയാണ്. നാളെ മുതൽ ഇനി കുറച്ച് ദിവസത്തേക്ക് നമുക്ക് നാട്ടുപുറത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. പ്ലം കേക്കിന്റെ കാര്യം മറക്കണ്ട ഗൈസ്. കമന്റ് യുവർ ഫേവറേറ്റ് പ്ലം കേക്ക് മാനുഫാക്ചറേഴ്സ് ആണെങ്കിൽ സെൻഡ് us your പ്ലം കേക്ക്. വി ആർ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഓക്കെ, സോ ബൈ ബൈ. അടുത്ത വീഡിയോ കണക്ട് നാളെ കാണാം.